രാജ്യത്തെ പൊതുനയങ്ങളിൽ നിന്നും ഭിന്നമായി സ്വീകരിച്ച ജനപക്ഷ നയങ്ങളാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉയർന്ന ജീവിത നിലവാരമുള്ള നാടാക്കി കേരളത്തെ വളർത്തിയത്. ഈ വികസന രീതി കേരള മോഡൽ എന്ന പേരിൽ ലോകശ്രദ്ധ നേടുകയും ചെയ്തു. ജീവിത നിലവാര സൂചികയിൽ ഏറെ മുന്നിലാണ് നമ്മുടെ സംസ്ഥാനം. ഭൂപരിഷ്കരണവും പൊതുവിദ്യാഭ്യാസ നയവും ജനകീയാസൂത്രണവും സാക്ഷരതായജ്ഞവും തുടങ്ങി ലോകചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയ നിരവധി ജനാധിപത്യ ജനക്ഷേമ ഇടപെടലുകളുടെ ഫലമായാണ് ഇന്നത്തെ കേരള സമൂഹം വാർത്തെടുക്കപ്പെട്ടത്. ആ അടിത്തറയിൽ ഊന്നി നിന്നാണ് ജനക്ഷേമ പദ്ധതികളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കിയും കേരളം ഇതുവരെ കാണാത്ത വികസന നേട്ടങ്ങൾ വ്യാവസായിക അടിസ്ഥാന സൗകര്യ മേഖലകളിൽ സ്വന്തമാക്കിയും കഴിഞ്ഞ ഒരു ദശാബ്ദമായി നാം പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ചത്. ഇത് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം കൊളംബിയയിൽ നടത്തിയ പ്രസംഗം നിങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഉദ്ധരണി: ചില സ്ഥലങ്ങളിൽ വികേന്ദ്രീകരണം വളരെ ഫലപ്രദമാണ്. ഉദാഹരണത്തിന് രാഷ്ട്രീയപരമായി ഇത് ഏറ്റവും ഫലപ്രദമായ സംസ്ഥാനമാണ് കേരളം. അവിടെയുള്ളത് ഏറ്റവും വികേന്ദ്രീകൃതമായ രാഷ്ട്രീയ സംവിധാനമാണ്. കൂടാതെ കഴിഞ്ഞ 40-50 വർഷം കൊണ്ട് ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനവും വിദ്യാഭ്യാസ സംവിധാനവും ഒരുക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആ ഭാഗമാണ് ഉദ്ധരിച്ചത്. ഈ നേട്ടങ്ങൾക്കൊപ്പം ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്ന ശാക്തീകരിക്കുന്ന പ്രവർത്തനങ്ങളും ഒപ്പം കൊണ്ടുപോകാനും നമുക്ക് സാധിച്ചു. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഓരോ വാഗ്ദാനവും പൂർത്തീകരിക്കുക മാത്രമല്ല, ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ അവയുടെ പുരോഗതി ജനങ്ങളെ അറിയിക്കുന്ന സമ്പ്രദായം രാജ്യത്താദ്യമായി കേരളം ആരംഭിച്ചു. നവകേരള കർമ്മ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ജനങ്ങളുമായി സംവദിക്കുന്നതിനും അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിനുമായി മന്ത്രിസഭ ഒന്നടങ്കം പങ്കെടുത്തുകൊണ്ട് 140 നിയമസഭാ മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് സംഘടിപ്പിക്കുകയും ഭരണനിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടി മേഖലാ അവലോകന യോഗങ്ങൾ നടത്തുകയും ചെയ്തത് എല്ലാവർക്കും അറിവുള്ളതാണ്. തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ വികസന സദസ്സുകൾ ആരംഭിച്ചു. അതിപ്പോഴും തുടരുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.